Hello everyone, welcome to today's video. ഇന്നത്തെ വീഡിയോയിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം സെക്കൻഡ് മൊഡ്യൂളിലെ ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് എവറിവൺ സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇഫ് എനിവൺ മിസ്ഡ്, please subscribe and let us know your feedbacks and suggestions. Now let's go to the question. Find the Laplace transform and region of convergence of the signal x of t equal to delta of t minus 4 by 3 e power minus t u of t plus 1 by 3 e power 2t u of t. ഈ ക്വസ്റ്റ്യൻ ഒരു 3 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സീ ഇമ്പൾസ് ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സിഗ്നലാണ്, ഇമ്പൾസ് ഫംഗ്ഷനാണ്. ഈ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഫസ്റ്റ് നോക്കാം. ജനറലി ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് ഇക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി ഡി ടി ആണ്. ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 ആണ്. 0 എന്നുള്ളൊരു പോയിന്റിൽ മാത്രമാണ് ഇമ്പൾസ് ഫംഗ്ഷന് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ആ പോയിന്റിലെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദിസ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് 4/3 ഇ പവർ മൈനസ് ടി യു ഓഫ് ടി എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ചെക്ക് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഈ ഫോർമുല അനുസരിച്ചിട്ട് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 4/3 is a constant I am taking outside e power minus t u of t into e power minus s t dt. ഇവിടെ യു ഓഫ് ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് നോർമലി യു ഓഫ് ടി എന്ന് പറയുന്നത് 0 മുതൽ ടി എന്നുള്ളൊരു പോസിറ്റീവ് വാല്യൂവിൽ മാത്രമാണ് യു ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഇൻ്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 ടു ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം ജസ്റ്റ് ബിക്കോസ് ഓഫ് യു ഓഫ് ടി. ദാറ്റ് മീൻസ് 4/3 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഈ പവർ, ഞാൻ ഈ എക്സ്പൊണൻഷ്യൽ ടേം കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പവർ എസ് പ്ലസ് 1 ഇൻറ്റു ടി ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഈ പവർ എസ് പ്ലസ് 1 ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇ പവർ മൈനസ് ടി ആൻഡ് ഇ പവർ മൈനസ് എസ് ടി ആണ്. സോ ഐ എം റൈറ്റിംഗ് ലൈക്ക് ദിസ്. ഇനി നെക്സ്റ്റ് ഈ ഒരു ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു സ്റ്റേബിൾ ഫങ്ഷൻ ആയിരിക്കണം. ഓർ നമുക്ക് പറയാം ഈ ഒരു ഫങ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യണം. അവിടെയാണ് ആർ ഒ സിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. റീജിയൺ ഓഫ് കൺവേർജൻസ് നമ്മൾ പറയുന്നത് ഈ ഒരു ഒറ്റ ടേമിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ ഇ പവർ മൈനസ് 80 എന്നുള്ളൊരു ഫങ്ഷൻ്റെ ഗ്രാഫാണ് ഇങ്ങനെ വരുന്നത്. വേറസ് ഇ പവർ പ്ലസ് 80 എന്ന് പറയുന്നത് ഇ പവർ പ്ലസ് 80 എന്ന് പറയുന്നത് ഒരു എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. വേറസ് ഇ പവർ മൈനസ് 80 എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷനാണ്. സോ ഈ ഒരു ഫംഗ്ഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഫംഗ്ഷനെ സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു റീജിയൺ ഓഫ് കൺവേർജൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഈ എയുടെ വാല്യൂ മസ്റ്റ് ബി ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. അതായത് ഇവിടെ ഈ എസ് പ്ലസ് 1 എന്നുള്ളതിൻ്റെ റിയൽ പാർട്ട് പോസിറ്റീവ് ആയിരിക്കണം. ഓർ വി ക്യാൻ സേ ഇൻ അനദർ വേ ദാറ്റ് റിയൽ പാർട്ട് ഓഫ് എസ് പ്ലസ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓർ വി ക്യാൻ സേ റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1. ഈ +1നെ ഞാൻ ഇവിടെ ആർ എച്ച് എസിലോട്ട് എടുക്കുകയാണെങ്കിൽ -1 എന്ന് കിട്ടും. സോ ഈ ഫംഗ്ഷൻ സ്റ്റേബിൾ ഓർ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എസ് പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, സോ ഈ ഫംഗ്ഷന് നമ്മൾ ഇൻ്റഗ്രേഷൻ കളഞ്ഞ് എഴുതുകയാണെങ്കിൽ 4/3 e power s plus 1 into t divided by minus of s plus 1 if we apply the limit 0 to infinity. And we know e power
മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഈ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഫസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ പവർ മൈനസ് ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 4/3 ഡിവൈഡഡ് ബൈ 0 മൈനസ് ഓഫ്, ഇവിടെ എഗെയിൻ ഒരു മൈനസ് വരുന്നുണ്ട്. 0 അപ്ലൈ ചെയ്യണമെങ്കിൽ, ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 divided by minus of s plus 1, or we can say 4/3 divided by 1 by s plus 1 with a region of convergence of ROC should be, real part of s should be greater than -1. This is the second part. So a second part നമ്മൾ finish ചെയ്തു. Now let's see the third part. In the third part നോക്കുകയാണെങ്കിൽ 1/3 ഈ ഒരു സെക്കൻഡ് പാർട്ടിന് ഞാൻ എഡിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. 1/3 മൾട്ടിപ്ലൈഡ് ബൈ ഇ പവർ plus 2t into u of t. So 1/3 is the constant I am taking outside here. E power 2t into u of t multiplied by e power minus st into dt. Okay, and here 1/3 e power minus s, ഇവിടെ 2 plus 2 ആയതുകൊണ്ട് let this be -2. Okay, -2. Again ഇവിടെ ഈ ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ s പ്ലസ് 2 എന്ന് പറയുന്നതിൻ്റെ റിയൽ പാർട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ റിയൽ പാർട്ട് ഓഫ് s minus 2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, ഓർ വി ക്യാൻ സേ റിയൽ പാർട്ട് ഓഫ് s ഷുഡ് ബി ഗ്രേറ്റർ ദാൻ +2, റൈറ്റ്? സോ if we apply integration over here, integration എവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് s minus 2, റൈറ്റ്? ഈ വാല്യൂസ് നമ്മളിവിടെ അഗെയിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ -2 ആൻഡ് ദ വാല്യൂ വിൽ ബി 1/3 into 1/s minus 2 with a ROC of real part of s should be greater than 2. I hope this section is also clear to you. With this value നമുക്കിപ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ വാല്യൂ അറിയാം, സെക്കൻഡ് സെക്ഷൻ്റെ വാല്യൂ അറിയാം, തേർഡ് സെക്ഷൻ്റെ വാല്യൂ അറിയാം. ഈ 3 വാല്യൂസ് കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ബട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ROC, റീജിയൻ ഓഫ് കൺവേർജൻസ്. ഫസ്റ്റ് ഫംഗ്ഷന് എൻറ്റയർ എസ് പ്ലെയിൻ ആണ് വരുന്നത്. വൈ? ബിക്കോസ് നമുക്കറിയാം ഇമ്പൾസ് ഫംഗ്ഷൻ ഒരൊറ്റ വാല്യൂവിലാണ്, അത് 0 എന്നൊരു പോയിന്റിൽ മാത്രമാണ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ എസിന് ഏത് വാല്യൂ കൊടുത്താലും ഇമ്പൾസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് 1 എന്നുള്ളൊരു വാല്യൂ തന്നെയായിരിക്കും എപ്പോഴും കിട്ടുന്നത്. സോ നമുക്ക് ഈ കേസിൽ ROC എന്ന് പറയുന്നത് എൻറ്റയർ എസ് പ്ലെയിനിലും, സെക്കൻഡ് പാർട്ടിൽ ROC എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -1ഉം, തേർഡ് പാർട്ടിൽ ഇതുമാണ്. ഇതിനെ ഈ 3 റീജിയൻ ഓഫ് കൺവേർജൻസിനെ ഒരു ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ROC വരുന്നത് എൻറ്റയർ എസ് പ്ലെയിൻ ആണ്. ഇതൊരു നമ്മുടെ എക്സ്പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ എക്സ്പ്ലെയിൻ ആണ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമുക്കറിയാം, സെക്കൻഡ് പാർട്ടിൽ റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1. ഈ പോയിന്റിനെ -1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1 മീൻസ് ഈ റീജിയൻ ആണ് വരുന്നത്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ലൊക്കേഷൻ എക്സ്ക്ലൂഡഡ് ആണ്. ആ എക്സ്ക്ലൂഷൻ കാണിക്കാനാണ് നമ്മളിവിടെ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നത്. ദിസ് ഈസ് ദി സെക്കൻഡ് പാർട്ട്. ആൻഡ് ഫോർ ദ തേർഡ് പാർട്ട് റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2. ഞാൻ 2 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ അസ്യൂം ചെയ്യാണ്. ആൻഡ് ദിസ് ഈസ് അവർ റീജിയൻ ഓഫ് കൺവേർജൻസ് ഫോർ ദി തേർഡ് പാർട്ട്. ഈ 3 ഗ്രാഫും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫാണ് 3ലും കോമൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഏത് റീജിയനാണ് 3 ഫംഗ്ഷനിലും കോമൺ ആയിട്ട് വരുന്നത് ആ റീജിയനെയാണ് ഈ ഒരു ടോട്ടൽ ഫംഗ്ഷൻ്റെ ROC ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഈ കേസിൽ ROC എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എസ്
ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2. ഈ കേസിൽ നമ്മുടെ റീജിയൻ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും. ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന 3 പാർട്ടിൻ്റെ വാല്യൂസ് കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ എക്സ് ഓഫ് എസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/3 ഇൻറ്റു 1/s പ്ലസ് 1 plus 1/3 into 1 divided by s minus 2 with an ROC of real part of s should be greater than 2. Okay, in normally നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുമ്പോൾ ഈ ഒരു രീതിയിൽ എഴുതിയാലും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓർ സം കേസസിൽ നമുക്ക് വാല്യൂസ് തന്നിട്ട് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ഇതെന്തായാലും സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം എഴുതാൻ. ഈ കേസിൽ സിംപ്ലിഫിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ മൈനസ് 1/3 ഞാൻ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുകയാണ്. 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 മൈനസ്, ഇവിടെ മൈനസ് ഞാൻ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തതുകൊണ്ട് ഇവിടെ പ്ലസ് വരും, മൈനസ് വരും. മൈനസ് 1/s minus 2 which is equal to 1 minus 1/3 multiplied by 4s minus 8 minus s minus 1 divided by s plus 1 multiplied by s minus 2. Okay, which is equal to 1 minus 1/3 multiplied by 3s. 4s minus s, 3s minus 9 divided by s square minus s minus 2 which is equal to 3. ഈ ടേമിന് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ 3 ക്യാൻസൽ ആയി പോകും. റെസ്റ്റ് ഈസ് നത്തിങ് ബട്ട് 1 മൈനസ് എസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 2. ഓക്കെ, which is equal to, again I am doing cross multiplication, minus s plus 3 divided by s plus 1 into s minus 1. Okay, which is equal to s square minus 2s plus 1 divided by s plus 1 into s minus 2. ഇവിടെ എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് 1 എന്ന് പറയുന്നത് എസ് മൈനസ് 1 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണ്. സോ അവർ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് is equal to s minus 1 the whole square divided by s plus 1 into s minus 2 with an ROC of real part of s greater than 2. ഓക്കെ, എക്സാമിന് ഈ ഒരു ആൻസർ എഴുതിയാലും കറക്റ്റ് ആണ്. ബട്ട് ഇൻ സം കേസസിൽ ഇങ്ങനൊരു വാല്യൂ തന്നിട്ട് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ആ കേസസിൽ ഇതെന്തായാലും സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ കാണിക്കണം. ആൻഡ് ദ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് മൈനസ് 2 വിത്ത് എൻ ROC ഓഫ് റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 2. I hope this question is clear to you. And we will see with another question in the next lecture. Thank you.